എമ്പുരാന്റെ റിവ്യൂ ഇടുന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വധഭീഷണിയൊക്കെ വന്നിട്ടുണ്ട്, അറിയോ? കുറെ കാലങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ് എമ്പുരാൻ, ആൻഡ് ഇറ്റ് വാസ് എ മിസ്റ്റേക്ക് എന്ന് തന്നെ പറയാം. ഈ വീഡിയോ മാക്സിമം സ്പോയിലർ ഫ്രീ ആയിട്ട് തന്നെയായിരിക്കും വെക്കാൻ പോകുന്നത്. കാരണം ഇതെല്ലാം കേട്ടിട്ടും ഇനി ഈ കുന്ത്രാണ്ണ കാണാൻ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതേക്കും പൊക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ സിനിമയുടെ ഇൻട്രോ എഴുതി കാണിക്കൽ പരിപാടിയിലേക്ക് വരുമ്പോൾ തന്നെയുള്ള എമ്പുരാനെ എന്ന് പറഞ്ഞ പാട്ട് കേട്ടപ്പോൾ ആദ്യം എന്റെ തലേ വന്നത് എന്ത് സാധനം എന്നറിയോ? KGF പാട്ടാണ്. ധീര 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 എന്ന് പറഞ്ഞിട്ടുള്ള പോകുന്ന സെയിം പ്രോഗ്രഷൻ. അത് ഫസ്റ്റ് ആ ഫീമെയിൽ സ്ലോലി പാടും, അത് കഴിഞ്ഞിട്ട് മെയിൽ വോയിസ് വന്നിട്ട് ഫുള്ളി ബൂസ്റ്റ് ചെയ്തിട്ട് രോമാഞ്ചം വരുന്ന രീതിയിൽ പാട്ട് പൊക്കിക്കൊണ്ട് അങ്ങ് പോകും. സിമിലർ എന്നല്ല, സെയിം സാധനം തന്നെയാണ് ഈ ഒരു എമ്പുരാൻ എന്ന് പറഞ്ഞ പാട്ടിനകത്ത് ഉപയോഗിച്ചത്. അത് ഇൻസ്പിറേഷൻ എന്നാണ് പറയാൻ പറ്റത്തുള്ളൂ, കോപ്പി ഇപ്പോൾ പറയാൻ പറ്റത്തില്ല, വലിയ പ്രശ്നമൊക്കെയാണ്. അപ്പോൾ വെരി ഹെവിലി ഇൻസ്പയർഡ് ആയിട്ടാണ് ഇതിൻ്റെ ഫസ്റ്റ് ടൈറ്റിൽ ട്രാക്ക് തന്നെ കൊണ്ടുപോയത്. അപ്പം തന്നെ എൻ്റെ പകുതി മൂഡ് പോയി. ദോ എനിക്ക് ഫുൾ സിനിമയിൽ ആകെ ഇഷ്ടപ്പെട്ട പാട്ട് ആ ഫസ്റ്റ് എമ്പുരാൻ എന്ന് പറഞ്ഞ ടൈറ്റിൽ ട്രാക്കാണ്. ആ പാടിയാണ് ഞാൻ സമ്മതിച്ചു കൊടുക്കും. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഷീ വാസ് ലൈക്ക്, ഓ ഇതെന്താ അരോചകം, ഈ അലയ്ക്കുന്ന ഒരു ജന്തു, ഇതെന്താ സാധനം എന്നാണ് എൻ്റെ അമ്മ ചോദിച്ചത്. ഓൾസോ അമ്മയ്ക്ക് എന്നിട്ട് എമ്പുരാൻ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം വിളിച്ചുകൊണ്ട് പോയത്. അതുകൊണ്ട് പുള്ളിക്കകത്ത് കിടന്നുറങ്ങി സിനിമ പകുതിയൊക്കെ ആയപ്പോഴത്തേക്ക്. പക്ഷേ എല്ലാ ഫൈറ്റ് സീൻ്റെ ഇടയിൽ ഈ അലയ്ക്കുന്നത്, ദാറ്റ്സ് നോട്ട് സംതിങ് ഐ എൻജോയ്ഡ്. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് തോന്നുന്നു കുറേ പേരൊക്കെ പറഞ്ഞു, ആ ഫൈറ്റിന് ഭയങ്കര ഉണർവ് കൊണ്ടുവന്ന ആ പാട്ടാണ്. നോ, ഇറ്റ്സ് നോട്ട് നീഡഡ്. അതിൻ്റെ ആവശ്യമില്ല. നോർമൽ ഒരു പാട്ടാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ആ സീക്വൻസ് പിടിച്ചേക്കുന്ന നല്ല രീതിയിലാണ്. അതിൻ്റെ ഡയറക്ഷൻ ഭയങ്കര നന്നായിട്ടാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും ഭയങ്കര ഒരു പാട്ടില്ലെങ്കിലും ഇറ്റ് വുഡ് സ്റ്റിൽ ഫീൽ വെരി ഗുഡ്. സോ പോയിന്റ് നമ്പർ 1, വെരി ഹെവിലി ഇൻസ്പയർഡ്, മറക്കണ്ട, അത് പോയിന്റ് തലേ വെച്ചോ. രണ്ടാമത്തെ കാര്യം, ഞാൻ ഈ സിനിമയിൽ കണ്ടുപിടിച്ചത് ടോട്ടൽ ലെങ്ത് 3 മണിക്കൂർ എന്നാണ് പറഞ്ഞേക്കുന്നത്. 2 മണിക്കൂർ 57 മിനിറ്റാണ് സിനിമയുടെ റൺ ടൈം. പക്ഷേ ഈ സിനിമയിലുള്ള സ്ലോ മോഷൻ രംഗങ്ങൾ എല്ലാം നോർമൽ മനുഷ്യന്മാർ കാണുന്ന സ്പീഡിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഈ സിനിമയുടെ ലെങ്ത് ആകെ 2 മണിക്കൂറേ ഉള്ളൂ. 57 മിനിറ്റ് സ്ലോ മോഷനാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹെലികോപ്റ്ററോ പൃഥ്വിരാജോ മോഹൻലാലോ സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ സ്ലോ മോഷനാണ്. ഇതിങ്ങനെ പോകും, ഒരു അരമണിക്കൂറോളം പുള്ളി ഇങ്ങനെ മസിൽ പിടിച്ച് നടക്കും. പൃഥ്വിരാജിന്റെ മുഖം ഇങ്ങനെ കാണി, സൈഡിൽ കാണുകയും പ്ലെയിൻ പതുക്കെ ഇങ്ങനെ പറന്നു പോകും. സ്ലോ മോഷനാണ് ഈ സിനിമയിൽ 1 മണിക്കൂർ. എന്തിനാ വെറുതെ ഈ സെൻസർ ബോർഡിലൊക്കെ കൊണ്ട് കട്ട് ചെയ്യുന്നത്? ഈ സ്ലോ മോഷൻ വെട്ടിക്കഴിഞ്ഞാൽ തന്നെ സിനിമ പകുതിയായി. അത് ആവശ്യത്തിനുള്ള സ്ലോ മോഷൻ ആണ് യോക്കി. ഇത് അനാവശ്യത്തിന് ചുമ്മാ സ്ലോ മോഷൻ ഒക്കെ ഇടും. ഐ ഡോണ്ട് നോ, മേ ബി എനിക്ക് പ്രായമായതിന്റെ ആയിരിക്കും. പക്ഷെ എനിക്ക് ഇതൊന്നും ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ബൈ ദ വേ, ഇത് പറയാനൊക്കെ നീ ആരാ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ വലിയ സിനിമാക്കാരനോ സിനിമ ഉണ്ടാക്കിക്കുന്ന മനുഷ്യനോ അല്ല. നോർമലി ഒരു സിനിമ കാണാൻ പോയ ഒരു മനുഷ്യന്റെ പെർസ്പെക്റ്റീവിൽ നിന്നാണ് ഞാൻ ഇത് പറയുന്നത്. പിന്നെ ഞാൻ 2-3 കൊല്ലം മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്തതാണ്. അതുകൊണ്ട് ചെറിയ ചെറിയ പരിപാടിയൊക്കെ ഇതിനെക്കുറിച്ച് നമുക്കറിയാം. ഓക്കെ, താങ്ക് യു. കണ്ടിന്യൂയിങ് ഓൺ, പോയിന്റ് നമ്പർ 3. ഒരു കാര്യം എടുത്തു പറഞ്ഞാൽ, പൃഥ്വിരാജിന് സിനിമ പിടിക്കാൻ നന്നായിട്ട് അറിയാം. പുള്ളിയുടെ ഡയറക്ഷൻ വാസ് അമേസിങ്. ശരിക്കും ഒരു ഇംഗ്ലീഷ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത്. സിനിമ നമ്മൾ ലൈക്ക് എമ്പുരാൻ കാണുമ്പോഴത്തേക്കും ഫസ്റ്റ് ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ ആകെ കാണുന്ന മലയാളം ക്യാരക്ടേഴ്സ് കുറച്ച് പൊളിറ്റിക്കൽ പീപ്പിൾ ആണ്, ലൈക്ക് സായികുമാറും അങ്ങനത്തെ കുറച്ച് പേരെ മാത്രമാണ് നമ്മൾ കാണുന്നുള്ളൂ. അതല്ലാണ്ട് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഒരു ഇംഗ്ലീഷ് സിനിമയുടെ സിനേറിയോ അല്ലെങ്കിൽ ഒരു സെറ്റിംഗ് ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. സോ ദാറ്റ് വാസ് ഡൺ വെരി ബ്യൂട്ടിഫുള്ളി. അത് സംബന്ധിച്ച് ഞാൻ കൊടുക്കും. പക്ഷേ ഇത്രയും ഡയറക്ടിങ് എല്ലാം ചെയ്തിട്ടും ഈ സിനിമ വിജയിക്കാൻ വേണ്ടിയിട്ട് എന്തോരം കോൺട്രവേഴ്സിയാണ് ഇവർക്ക് ഉണ്ടാക്കേണ്ടി വന്നത്. ഇതിന്റെ മെയിൻ കാരണം തന്നെ ദ സ്റ്റോറി വാസ് നോട്ട് ഗ്രിപ്പിംഗ് ഇനഫ്. എനിക്ക് സ്റ്റോറി അത്രയും എംപവറിംഗ് എന്നുള്ള രീതിയിൽ തോന്നിയില്ല. കാരണം ലൂസിഫർ ഇതിന്റെ ഫസ്റ്റ് സിനിമ ഹാഡ് സച്ച് എ സോളിഡ് സ്റ്റോറി. നമുക്ക് ഇപ്പോൾ ഒരു കോൺട്രവേഴ്സിയും അങ്ങനത്തെ വലിയ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. യെസ്, അവിടെ ഇവിടെയൊക്കെ ചുമ്മാ അനാവശ്യമായിട്ട് കുറെ തല്ലും വേളമൊക്കെ ഉണ്ടായിരിക്കും ലോകത്തിൽ. പക്ഷെ അതല്ലാണ്ട് ഈ എമ്പുരാൻ ഉണ്ടാക്കിയ പോലത്തെ ലൈക്ക് വേവ്സ് ഉണ്ടാക്കേണ്ടി വന്നില്ലായിരുന്നു ലൂസിഫറിന് ആ ഒരു വിജയം കിട്ടാനായിട്ട്. എമ്പുരാൻ ഓൺ ദി അതർ ഹാൻഡ് പൊളിറ്റിക്കൽ സംഭവത്തിൽ പോയി പിടിച്ചു, റിലീജിയസ് സംഭവത്തിൽ പോയി പിടിച്ചു, നാട്ടുകാരായിട്ടുള്ള അടി ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം പിടിച്ചു. അവസാനം സെൻസർ ചെയ്ത് ഇത്ര സീനുകൾ വെട്ടിക്കളയും. അതിപ്പോൾ അതിനു മുമ്പ് പോയി കാണുന്നവരെല്ലാം പോയി കാണും എന്ന് പറഞ്ഞിട്ട് അടുത്ത സംഭവത്തിൽ പിടിച്ചു. എല്ലാം ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഹൈപ്പ് ട്രെയിൻ ഫോളോ ചെയ്യുന്ന ഒരു ബിഹേവിയറിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇപ്പോൾ 200 കോടി 500 കോടി എത്ര കോടി ഉണ്ടാക്കിയാലും ദ സ്റ്റോറി വാസ് നോട്ട് ഗുഡ് ഇനഫ്. ഇതിന്റെ മെയിൻ കാരണം പേഴ്സണലി എനിക്ക് തോന്നിയത് ലൂസിഫറിലുള്ള പോലത്തെ ഒരു കോർ വില്ലൻ ക്യാരക്ടർ, അല്ലെങ്കിൽ ആ വില്ലന് ആവശ്യത്തിനുള്ള സ്ക്രീൻ ടൈം കൊടുത്തില്ല. യെസ്, ഓ യാ, ഹീസ് എ ബിഗ് ബാഡ്, അവൻ ഭയങ്കര ചീത്ത മനുഷ്യനാ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മനസ്സിലായി. പക്ഷേ ലൈക്ക് പുള്ളിക്കാരനൊരു വില കൊടുക്കാത്ത പോലെ എനിക്ക് തോന്നി. എന്തിനാ അദ്ദേഹം പറഞ്ഞു? ലൂസിഫർ 1-ന്റെ അകത്തുണ്ടായിരുന്ന വില്ലൻ പോലീസുകാരനുണ്ട്, എന്തായാലും പേര് മുത്തയ്യ മുരളീധരനോ, അങ്ങേര് എന്ത് കിടിലായിരുന്നു കമ്പയർ ടു ഈ സെക്കൻഡിലുള്ള വില്ലനെ വെച്ച് നോക്കുമ്പോൾ അയാൾ ദൈവമായിരുന്നു. ഈ രണ്ടാമത്തേലുള്ള വില്ലനുള്ള നമുക്ക് ചെപ്പക്കിട്ട് നോക്കി അടിക്കാൻ പോലും തോന്നത്തില്ല. മറ്റേ പോലീസുകാരനെ കൈ കിട്ടി ഇടിക്കാൻ തോന്നും. കാരണം ഹീ ഡിഡ് ദ റോൾ സോ വെൽ
ആൻഡ് എല്ലാ ക്യാരക്ടേഴ്സിനും ആവശ്യത്തിനുള്ള സ്ക്രീൻ ടൈം ഉണ്ടായിരുന്നു. ഇത് ഈ സിനിമയുടെ അകത്ത് മൊത്തം ഈ സ്ലോ മോഷൻ അയക്കുന്ന കാരണം കൊണ്ട് തന്നെ ആർക്കും സ്ക്രീൻ ടൈം ഇല്ല. എനിക്കൊന്ന് ബൈജു ഒക്കെ ടോട്ടലി 4 സീനിലെങ്ങാണ്ടേ ഉള്ളൂ. മഞ്ജു വാര്യർ ഒരു 4-5 സീനിലുള്ളൂ. മോഹൻലാൽ ഇനി സ്ലോ മോഷൻ എല്ലാം കളഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു 10-15 മിനിറ്റ് 20 മിനിറ്റ് ഉള്ളൂ അങ്ങേര് സിനിമയുടെ അകത്ത്. പൃഥ്വിരാജ് 2 സീനിലുണ്ട്. പ്രത്യേകിച്ചൊന്നും ഇല്ല. എനിക്ക് ആ സിനിമ കാണാൻ പോയി. സിനിമയിൽ കുറെ പ്ലെയിൻ പറത്തി, കുറെ വണ്ടി ഓടിച്ചു, കുറെ ടാങ്ക് എടുത്തു, കുറെ അത് വെടിവെച്ചു, കുറെ ഇത് വെടിവെച്ചു, കുറെ ആൾക്കാരെ കൊന്നു. There's nothing. ഞാൻ കാണാൻ പോയത് ശരിയാണ്, ഞാൻ എക്സ്പെക്ടേഷൻ ഒന്നും ഇങ്ങനെ വെക്കാൻ പാടില്ലായിരുന്നു, ശരിയാ. ഞാൻ എന്തിനിങ്ങനെ റാൻറ്റ്, ഞാൻ എന്ത് ഇമോഷണൽ ആവുന്നേ അതാ. അപ്പോൾ നമ്മൾ അധികം എക്സ്പെക്ടേഷൻ വെച്ച് എന്തെങ്കിലും ഒരു സിനിമയ്ക്ക് പോയി കഴിഞ്ഞാലുള്ള അതേ അവസ്ഥയായിരുന്നു എനിക്ക്. ഐ എക്സ്പെക്ടഡ് എ ബിറ്റ് മോർ, പക്ഷെ ഐ ഗോട്ട് നോട്ട് ഈവൻ ഹാഫ് ഓഫ് ഇറ്റ്. അതായിരുന്നു പോയിന്റ് നമ്പർ 3. പോയിന്റ് നമ്പർ 3 ഭയങ്കര വലുപ്പമുണ്ട്. വിച്ച് ബ്രിങ്സ് മീ ടു ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് നമ്പർ 4. ഇപ്പോഴത്തേക്ക് എന്താണ് ആന്റണി പെരുമ്പാവൂർ മറ്റേ L3 കൺഫേം ആയിട്ടുണ്ട്. എന്തായിരുന്നു അസ്രയേലോ ആയിരുന്നു വോട്ട് എവർ ആയിരിക്കാം പേര്, നോട്ട് ഷുവർ, നോട്ട് കൺഫേംഡ്, നത്തിങ് റെഡി. അപ്പം ഈ സംഭവത്തിലേക്ക് പോകുമ്പോഴത്തേക്കും ഇതേപോലെ തന്നെയാണ് പ്ലോട്ട് ലൈൻ കൊണ്ടുപോകാൻ പോകുന്നത്. കുറേ പ്ലെയിൻ പറക്കലും, കുറേ ട്രക്ക് ഓടിക്കലും, കുറേ മണ്ണ് വാരലും, ഈ കുറേ CGI മാത്രമാണ്. മനുഷ്യന്മാരെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ പ്രോബബ്ലി ഇപ്പോൾ ഈ L2 ഉണ്ടാക്കിയ പോലെ തന്നെ കുറേ കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ട് ആ സിനിമ കയറ്റാൻ നോക്കും എന്നല്ലാണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രതീക്ഷയൊന്നുമില്ല. എനിക്ക് ഈ സംഭവത്തിലുള്ള വിശ്വാസം പോയി. പൃഥ്വിരാജിന് ഞാൻ പറഞ്ഞല്ലോ തന്നെ ഡയറക്റ്റ് ചെയ്യേണ്ട നല്ല കഴിവുണ്ട്, പുള്ളിക്ക് നന്നായിട്ട് പണി ചെയ്യാൻ അറിയാം. പക്ഷേ പ്ലീസ് ഡു എ ബെറ്റർ സ്റ്റോറി. എനിക്ക് ഇത് പിടിച്ചില്ല. ഇനി വധഭീഷണിയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് ഞാൻ ഇന്നലെ ചുമ്മാ സിനിമ കണ്ട് ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഒരു സ്റ്റോറി ഇട്ടതായിരുന്നു, കീപ്പിംഗ് തിങ്സ് ഷോർട്ട്. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്നിട്ട്. അപ്പോൾ പുള്ളി എഴുതിയേക്കുന്നത് എന്തെങ്കിലും അറിഞ്ഞിട്ടാണോടാ നിനക്ക് എമ്പുരാനെ പറ്റി, ലാലേട്ടനെ പറ്റി, രാജുവേട്ടനെ പറ്റിയും മുരളി ഗോപിയുടെ ഹാർഡ് വർക്കിനെ പറ്റി ഒരു ചുക്ക് അറിഞ്ഞുവിടാം. അത് ഞാൻ അറിയേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ ഹാർഡ് വർക്കിൻ്റെ എൻഡ് റിസൾട്ടാണ് ഞാൻ കണ്ടത്. അവരെന്തോരം ഹാർഡ് വർക്ക് എടുത്തിട്ടുണ്ടെങ്കിലും ദി എൻഡ് റിസൾട്ട് അതിനനുസരിച്ച് എത്തിയിട്ടില്ലെങ്കിൽ എന്തോരം ഹാർഡ് വർക്ക് എടുത്തിട്ട് എന്താ കാര്യം? എന്തിനാ അധികം നമ്മൾ നോക്കുന്നത്? ഞാനിപ്പോൾ എൻ്റെ ഇവിടെ പുറത്ത് പറമ്പിൽ പോയിട്ട് ഞാൻ കുറേ നേരം ഇങ്ങനെ കുഴി കുത്തിക്കൊണ്ടിരിക്കുക. കുത്തി ഞാൻ ഭയങ്കരമായിട്ട് വേർക്കുന്നുണ്ട്. ഞാൻ കുറേ കുഴി കുത്തിക്കൊണ്ടിരിക്കുക. കുഴുത്തിൽ എന്ത് ചെയ്യാൻ, എനിക്ക് കയറി എൻ്റെ അടുത്ത് കിടക്കാനാണ്. അത് ഹാർഡ് വർക്ക് ഞാൻ ചെയ്തു, അതിൻ്റെ എന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ? ഒരു റിസൾട്ടും ഇല്ല. ഇറ്റ് ഈസ് ജസ്റ്റ് പോയിന്റ്ലെസ്. കുറേ പൈസ ഇറക്കി, സമ്മതിച്ചു. പക്ഷേ ഇഫ് യു ഡോണ്ട് ഹാവ് എ ഗുഡ് എൻഡ് പ്രോഡക്റ്റ്, where did all that money go? അടുത്ത കോൺട്രവേഴ്സി എന്നെ കൊണ്ട് വയ്യ. അപ്പോൾ എന്താണെങ്കിലും ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ സാധനം ഇഷ്ടപ്പെട്ടില്ല. ലൂസിഫറിന് ഐ വുഡ് ഗിവ് ഇറ്റ് ലൈക്ക് എൻ 8.5, കാരണം വെരി വെരി സോളിഡ് സ്റ്റോറി ആയിരുന്നു. എമ്പുരാന് ഐ വുഡ് ഗിവ് എ 6/10. അതാണ് എൻ്റെ റേറ്റിംഗ്. നിങ്ങൾക്ക് ആരെങ്കിലും ഈ സാധനം ഇഷ്ടപ്പെട്ടു, ഞാൻ പറഞ്ഞതിനോട് എതിർപ്പുള്ള ആൾക്കാരുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ അറിയിക്കുക. ഇനി ഇതുപോലെ റിവ്യൂസ് വല്ലതും വേണമെങ്കിൽ അതും എന്നെ അറിയിക്കുക, ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഇതിൻ്റെ കമൻസിലോ ഒക്കെ പറഞ്ഞാൽ മതി. അപ്പോൾ ശരിയെന്ന് ഞാൻ പോണു.